അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം എന്ന റബ്ബിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാവരും റബ്ബിനേക്ക് മനസ്സർപ്പിച്ചൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ചാനലിന്റെ പ്രത്യേകത. വളരെ വിശാലമായി നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളുടെ സമയം വെറുതെ കളയാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞൊരു 10-12 മിനിറ്റിനുള്ളിൽ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, നമ്മൾ കേട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പരിചയമുള്ള നമുക്ക് കേട്ടിട്ടുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ ഹാജത്ത്. സ്വലാത്തുൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ നിർവഹണ നമസ്കാരം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഹലാലായ ആവശ്യം നമുക്കുണ്ട് എങ്കിൽ നമുക്കത് നിസ്കരിക്കാൻ കഴിയുന്ന നമസ്കാരമാണ് സ്വലാത്തുൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ഹലാലായ ഏത് ആവശ്യത്തിനും നമുക്ക് നിസ്കരിക്കാം. അതായത് വീട് വെക്കാൻ പോകുന്നു, കച്ചവടത്തിന് രാവിലെ കടയിൽ പോകുന്നു, ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓഫീസിലേക്ക് നമുക്ക് സൈൻ വാങ്ങാൻ വേണ്ടി ഓഫീസർമാരെ കാണാം. എന്നാൽ ഏതൊക്കെ ഹലാലായ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഖളാഉൽ ഹാജത്ത്, ആവശ്യ നിർവഹണ നമസ്കാരം. മഹാരഥന്മാർ പറയുന്ന നബി തങ്ങൾ പറഞ്ഞ കാണാം, മൻകാന ലഹു ഇലല്ലാഹി ഹാജ, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹാജത്ത് നിനക്ക് കിട്ടാനുണ്ട്, ഔ ഇലാ ബനി ആദം, ആദം സന്തതികളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് കിട്ടാനുണ്ടോ, നിനക്ക് നിസ്കരിക്കാം. ഈ നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്ര റക്അത്താണ് നിസ്കരിക്കുക? ഹാജത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്, ഏറ്റവും കൂടിയത് 12 റക്അത്തുമാണ്. അവ 2 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം, 6 നിസ്കരിക്കാം, 8 നിസ്കരിക്കാം, 10 നിസ്കരിക്കാം, 12 നിസ്കരിക്കാം. ഈ 2 റക്അത്തുകളായിട്ട് നിസ്കരിക്കാം, അതല്ല 4 റക്അത്തുകളായിട്ട് നിസ്കരിക്കാം. കൂടുതലും മഹാരഥന്മാർ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഈ 2 റക്അത്തുകളായിട്ട് നമസ്കരിക്കലാണ് നല്ലത്. അപ്പൊ എന്ത് ചെയ്തു? 12 റക്അത്താണ് പൂർണ്ണമായത്, കുറഞ്ഞത് 2 റക്അത്ത്. റക്അത്തിന് എണ്ണം മനസ്സിലായി. ഇനി എങ്ങനെ നിസ്കരിക്കണം? പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒളു എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം അങ്ങോട്ട് കാട്ടിക്കൂട്ടരുത്. അതിൻ്റെ ഒളുവിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും എല്ലാം പാലിച്ച് കൈമുട്ടുകൾ ഉൾപ്പെടെ കഴുകേണ്ടടുത്ത് കയറ്റി കഴുകി തലയെല്ലാം തടകി അങ്ങനെ നമ്മൾ സുന്നത്തുകളെല്ലാം പാലിച്ച് നമുക്കൊരു പൂര ആവശ്യം നേടിയെടുക്കാനാണ്. റബ്ബിൽ നിന്ന് ആവശ്യം നേടിയെടുക്കുക. നമ്മൾ എന്തൊക്കെ പരിഗണിക്കണമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അങ്ങനെ പൂർണ്ണമായി ഒളു എടുക്കുക. എന്നിട്ടോ നിസ്കരിക്കുന്ന സ്ഥലം നല്ലത് തിരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞാൽ അശ്രദ്ധകളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ കുട്ടികളുടെ ശല്യമൊന്നുമില്ലാത്ത, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? എന്തെങ്കിലും പ്രത്യേക സമയമുണ്ടോ? സമയമുണ്ട്. മഹാരഥന്മാർ പറയുന്നത് അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്ന സമയം അതെപ്പോഴാ? അത് തഹജ്ജുദിന്റെ സമയമാണ്. തഹജ്ജുദിന്റെ സമയം എല്ലാവരും ഉറങ്ങും. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവൻ അള്ളാഹുവിനോട് വലിയ അടുപ്പമുണ്ടെന്നാണ്. അപ്പൊ നമുക്കൊരു ശല്യങ്ങളൊന്നുമില്ല, ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഏകാഗ്രമായി അള്ളാഹുവിലേക്ക് സർവ്വസ്വം സമർപ്പിച്ച് തഹജ്ജുദിന്റെ സമയത്ത് നമ്മുടെ ആവശ്യം, അന്നത്തെ പകലിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ആവശ്യത്തിന് പോകാനുണ്ട്, അപ്പൊ നമ്മൾ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മുമ്പാകട്ടെ തഹജ്ജുദിന് ശേഷമാകട്ടെ ഖളാഉൽ ഹാജത്ത് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം പാതിരാത്രിയോ രാത്രികളിലാണ് ഏറ്റവും നല്ലത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയോ, അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു, സമയം തിരഞ്ഞെടുത്തു, സന്ദർഭങ്ങളൊക്കെ ഒത്തു, നമ്മൾ വന്നു നിന്നു, നിയ്യത്ത് വെക്കാണ്. എന്താണ് നിയ്യത്ത്? ഖളാഉൽ ഹാജത്ത് അല്ലെങ്കിൽ ആവശ്യ നിർവഹണത്തിന്റെ 2 റക്അത്ത് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി അദാ ആയി നമസ്കരിക്കും. അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്ന നിയ്യത്ത് വെച്ചാൽ മതി. അങ്ങനെ എന്തുണ്ടായി? ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്നു. അങ്ങനെ നമ്മൾ നിയ്യത്ത് വെച്ച് നമ്മൾ കൈകെട്ടാണ്. അല്ലാഹു അക്ബർ എന്ന് രൂപം പറയുകയാണ്. അല്ലാഹു അക്ബർ വജ്ജഹത്തു നമ്മൾ ഓതാം. സുന്നത്ത് നിസ്കാരമല്ലേ നോതി വിചാരിച്ചിട്ട് അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അടിച്ചങ്ങ് വിടരുത്. നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പരിപൂർണമായി എല്ലാ നിബന്ധനകളും പാലിക്കണം. നമ്മൾ കൈകെട്ടി വജ്ജഹത്തു വജ്ഹിലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹത്തു പൂർണ്ണമായി നമ്മൾ ഓതുക. എന്നിട്ട് ഔദു ഓതുക, ബിസ്മി ഓതുക, ഫാത്തിഹ ഓതുക. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ട് നമ്മൾ സൂറത്ത് ഓതണം. ഏത് സൂറത്ത്?
പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ഈ സൂറത്ത് അറിയാമല്ലോ. നമ്മൾ ഓതുക. ഇവിടെ നേരെ റുക്കൂഇൽ പോയി, ഇഅ്തിദാലിൽ പോയി, സുജൂദിൽ പോയി, എഴുന്നേറ്റ് വന്ന് കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതും. അഊദു ഓതി, ബിസ്മി ഓതി, ഫാത്തിഹ ഓതിന് ശേഷം രണ്ടാമത്തെ റക്അത്ത് നമ്മൾ ഓതൽ സുന്നത്തുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ എന്തായി? 2 റക്അത്ത് നമ്മൾ പൂർത്തിയായി. സലാം വീട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ 12 റക്അത്താണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ എല്ലാ റക്അത്തിലും കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും നമുക്ക് ഓതാം. ഇനി ഇതൊന്നും അറിയില്ല, ഇഖ്ലാസ് മാത്രമേ, ഖുൽ ഹുവല്ലാഹു മാത്രമേ അറിയാവുള്ളൂ, അത് മാത്രം ഓതിയാൽ മതി. സുന്നത്തായ കാര്യമാണ് ഈ സൂറത്തുകൾ. അറിയാവുന്ന സൂറത്ത് നമുക്ക് ഓതാം. അപ്പോൾ സൂറത്ത് ഓതിയെ നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് കുറച്ച് ദിക്റുകൾ നമ്മൾ ചൊല്ലുക. അറിയാവുന്ന ഇസ്തിഗ്ഫാറുകൾ, ദിക്റുകൾ സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാം, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലാം, അൽഹംദുലില്ലാഹ് ചൊല്ലാം, അല്ലാഹു അക്ബർ ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ നമുക്ക് ചൊല്ലാം, അസ്തഗ്ഫിറുല്ലാഹ് അലീം. അങ്ങനെ തുടങ്ങി എന്തൊക്കെ നമുക്ക് ദിക്റുകൾ അറിയാവുന്ന ദിക്റുകളൊക്കെ കുറച്ച് നമ്മൾ ചൊല്ലുക. നമ്മുടെ ആവശ്യത്തിന്റെ കടുപ്പമനുസരിച്ച് ദിക്ർ അധികരിപ്പിക്കുക, എണ്ണമില്ല. അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് ആകട്ടെ, സ്വലാത്തുൽ ഫാത്തിഹ ആകട്ടെ, സ്വലാത്തു തിബ്ബ ആകട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക താജു സ്വലാത്ത് ആകട്ടെ, ഏത് സ്വലാത്താണോ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നിങ്ങൾക്ക് അറിയും, അത് മതി. ആ സ്വലാത്ത് കുറച്ച് എണ്ണം ചൊല്ലുക. അറിയാവുന്ന എത്ര എണ്ണമാണോ ചൊല്ലാൻ കഴിയുന്നത് അത്രയും നമ്മൾ ചൊല്ലുക. എന്നിട്ട് നമ്മൾ ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി നമ്മൾ അള്ളാഹിലേക്ക് ദുആരക്കാൻ പോവാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ ഖലാഉൽ ഹാജത്തിന്റെ പ്രത്യേകമായൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ പോവാണ്. ആ ദുആ മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബിലേക്ക് ഞാൻ ചോദിക്കാൻ പോവാണ്. എൻ്റെ ആവശ്യം, പടച്ചോനെ ഇതാ ബയോസ്ഫിയുടെ റിസൾട്ട് വരാൻ പോവാണ്, അത് അനുകൂലമാക്കണേ അല്ലാ. അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോവാണ്, അത് അനുകൂലമാക്കണേ അല്ലാ. ഈ ആവശ്യം എനിക്ക് നിറവേറ്റി തരണേ അല്ലാ. അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും സാക്ഷ്യം കിട്ടണം, അത് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹ് ഹജ്ജിന്റെ തിരഞ്ഞെടുപ്പാണ്, അല്ലാഹു എനിക്ക് എൻ്റെ പേരെനിക്ക് കിട്ടണേ അല്ലാ. അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകാൻ ഈ ഭാഗ്യം. അങ്ങനെ തുടങ്ങി ഏത് ആവശ്യങ്ങളാണോ ഹലാലുള്ളത് നിർവഹിക്കാം. അങ്ങനെ നമ്മൾ ദുആ ചെയ്യാം. ഏതാണ് ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാണ് ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ ലാ തദഇ ലീ ദൻബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫർജത വലാ ഹാജതൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റഹീമീൻ. ഒന്നുകൂടി കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്അലുക മൂജിബാതി റഹ്മതിക വഗസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിദ്ദിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മ ലാ തദഇ ലീ ദൻബൻ ഇല്ലാ ഗഫർതഹു വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹു വലാ ഹാജതൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റഹീമീൻ. ഇതാണ് ദുആ. ഈ ദുആ ചൊല്ലിയതിനു ശേഷം നമുക്കറിയാവുന്ന പ്രാർത്ഥന, മലയാളത്തിലാകട്ടെ ഇംഗ്ലീഷിൽ അറിയാവുന്ന, അല്ലാഹ് എല്ലാ ഭാഷ അറിയാവുന്ന പോലെ നമ്മുടെ കൽബാണ് നോക്കുന്നത്, റബ്ബ് ഭാഷയിലേക്കല്ല. കൽബറിഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, പ്രശ്നങ്ങളെല്ലാം അള്ളാഹുലേക്ക് നമ്മൾ പറയുക. ഈ ദുആ ഒരു 3 വട്ടം ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഇതാണ് സ്വലാത്തുൽ ഖലാഉൽ ഹാജത്ത്. എന്താ പറയുക, ആവശ്യ നിർവഹണം, നിസ്കാരം. ഇതാണ്. ഇനി നമ്മൾ സംശയമുണ്ട്, ഉസ്താദെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരു ആവശ്യമുണ്ട്, എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഒരു വീട് വെക്കുക, അത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരാൾ പൈസ തരാനുണ്ട്, ആ പൈസ നമുക്ക് കിട്ടണം, അത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരമാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരങ്ങളിൽ പെട്ടതാണ് ഖലാഉൽ ഹാജത്ത്. ഒറ്റയ്ക്ക് തന്നെ നിസ്കരിക്കണം. അതാണ് ഏറ്റവും അഫ്ളലിയത്ത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ജമാഅത്താണ് നമസ്കരിക്കേണ്ട. പുരുഷന്മാർ പള്ളിയിൽ നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത്, സ്ത്രീകൾ വീട്ടിലാണ് നല്ലത്. ഇനിയല്ല, വീട്ടിലെ സൗകര്യമുള്ള വീട്ടിൽ നിസ്കരിക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഫർള് മുടക്കിയിട്ട് നിസ്കരിക്കാൻ പോണ്ട.
രക്ഷയ്ക്ക് പകരം ശിക്ഷയായിരിക്കും. ഫർളാണ് പ്രധാനം. ഫർളിനോടൊപ്പം നമുക്കിത് നിർവഹിക്കാൻ പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ഏത് ഹലാലായ ഹറാമിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും നമസ്കരിക്കരുത്. അത് ശിക്ഷയാണ് കൂടുതലെന്ന് മറന്നു പോകരുത്. നമുക്കൊരു ആവശ്യം, ഒരാൾ പലിശയ്ക്ക് പൈസ എടുക്കാൻ പോവാണ്, അതിനു മുമ്പ് സ്വലാത്തുൽ ഹാജത്ത് പാടില്ല. ലോൺ എടുക്കാൻ പോവാണ്, ലോൺ വേഗം പാസ്സാക്കാൻ വേണ്ടി പാടില്ല, ഹറാമാണ്. നന്മയായ പ്രവർത്തനങ്ങൾക്ക്, ഹലാലായ പ്രവർത്തനങ്ങൾക്ക്, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നിർവഹിക്കാം. ഉസ്താദേ, ഇപ്പൊ രാവിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി സ്വലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചു, പിന്നെ പോയിട്ട് വന്നപ്പോഴാണ് വീണ്ടും ഒരു ആവശ്യം വരുന്നത്, അപ്പൊ നിസ്കരിക്കാം. ഒരു ദിവസം എത്ര വട്ടം വേണമെങ്കിൽ ആവശ്യം വരുന്നതനുസരിച്ച് നിസ്കരിക്കാം. ഒരു തവണ നിസ്കരിച്ചൊന്നും പിന്നെ പ്രശ്നമില്ല. എല്ലാ ദിവസവും നിസ്കരിക്കാം, പ്രശ്നമില്ല. സുന്നത്ത് നിസ്കാരമല്ലേ, ഹാജത്ത് നിസ്കാരമല്ലേ, എപ്പോഴും വേണം നിസ്കരിക്കാം. അപ്പൊ നമുക്കൊരു രാവിലെ പോയിട്ട് വന്നു, അപ്പോഴാണ് ഉച്ചയ്ക്ക് ഒരിടത്ത് ചെല്ലാൻ പറഞ്ഞത്, ആ കാര്യം നമുക്ക് നടക്കണം, ഉച്ചയ്ക്ക് നിസ്കരിക്കാം. അപ്പൊ മഗ്രിബ് നിസ്കാരങ്ങളിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോകണം, അപ്പോഴും നിസ്കരിച്ചിട്ട് പോകാം. പോകുന്നതിന് മുമ്പ്, യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഹലാലായ യാത്രകൾക്ക് മുമ്പ് ഒരു 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചിട്ട് പോയാൽ യാത്രയിലുടനീളം അള്ളാഹുവിന്റെ വലിയ ബറക്കത്ത് ഉണ്ടാകുമെന്നാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്, കാറ്റഗറിയാണ് നമ്മൾ പഠിക്കുന്നത്. ശനിയാഴ്ച ഖുർആനുമായി ബന്ധപ്പെട്ടാണ്, ഞായറാഴ്ച സംശയ നിവാരണം, നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടിയാണ്, തിങ്കളാഴ്ച ദിക്റുകൾ, തിങ്കളാഴ്ച ചരിത്രമാണ്, മഹാന്മാരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നു, ചൊവ്വാഴ്ച ഖുർആനും ദിക്റുകൾ ദുആകൾ, അങ്ങനെയുള്ള ഇസ്മുകൾ, അതിന്റെ മഹത്വമാണ്. അതുപോലെ ബുധനാഴ്ച ഇതുപോലെയുള്ള നിസ്കാരങ്ങളുടെ മഹത്വം, ഹാജത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, അവ്വാബി നിസ്കാരം, അങ്ങനെ തുടങ്ങിയ ദുഹാ നിസ്കാരം, അങ്ങനെ തുടങ്ങിയ നമസ്കാരം എന്നുള്ള പൊതുവായ വിഷയങ്ങളാണ്. അങ്ങനെ തുടങ്ങി ഓരോ ദിവസങ്ങളും വെള്ളിയാഴ്ച ഒരുപാട് പുതിയ പുതിയ സ്വലാത്തുകൾ നമ്മൾ പഠിക്കുന്നു. അങ്ങനെ അറിവഴകുകളുടെ നിലാമഴ തന്നെയാണ് ഈ ചാനൽ നിങ്ങൾക്ക് തരുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. നീട്ടിപ്പരത്തി പറയുന്നില്ല, സമയ ചുരുക്കം കൊണ്ട് നിർത്തുകയാണ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് ആ ചരിത്രം നമ്മുടെ കൽബിലേക്ക് മനസ്സിലാക്കുന്ന ഒരു മജ്‌ലിസാണ്. തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന ഒരു സദസ്സ്. ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ആ ചാനലിന്റെ. അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.